Hello, good morning. Welcome to CSC with Michael. We've been doing this current affairs activities for a long now. I've been planning to do certain more things എന്താണ് ഗ്രൂപ്പിൽ കൂടെ കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്തതാണ്. സോ ദെൻ ഇൻ മിഡ്സ്റ്റ് ഓഫ് ദാറ്റ് പ്രിലിംസ് എഴുതി. അപ്പോൾ ഇപ്പോൾ മെയിൻസിൻ്റെ ഒരു പ്രിപ്പറേഷൻ നടക്കുകയാണ്. അതുകൊണ്ട് പലപ്പോഴും നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻഡിവിജ്വലായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. എർലിയർ ഐ വാസ് തിങ്കിങ് ലൈക്ക് ഒരു സീരീസ് തുടങ്ങായിരുന്നു Q&A വെയർ ബൈ ഓരോരുത്തർ ഡൗട്ട് എടുത്ത് കോമൺ ആയിട്ട് എല്ലാവർക്കും ആൻസർ ചെയ്യത്തക്ക രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലും, അതുപോലെ ആൻസർ റേറ്റിംഗ് സെഷൻസ് തുടങ്ങാമെന്നൊരു പ്ലാൻസും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം ഇപ്പോൾ മെയിൻസ് എഴുതിയതുകൊണ്ടേ സ്റ്റക്കായി. മെയിൻസ് എഴുതേണ്ട കേസ് വന്നതോടെ സ്റ്റക്കായി. സോ ലെറ്റ് മീ സീ ലൈക്ക് റിസൾട്ട്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. മേ ബി സം ഓഫ് മൈ ഫ്രണ്ട്സ് ആർ ദർ ഹു ഈസ് ഇൻ്റർവ്യൂ ഒക്കെ പോയിട്ടുള്ളവർ. മേ ബി വിത്ത് ദയർ ഹെൽപ്പ് വി ക്യാൻ സ്റ്റാർട്ട് ആൻ ആൻസർ റൈറ്റിംഗ് സെഷൻ. സോ ആക്ച്വലി ഞാൻ ആൻസർ റൈറ്റിംഗ് സെഷൻസിലേക്ക് വളരെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് ഞാൻ ക്ലാസ്സുകളിൽ പറയാറുള്ള പോലെ, സ്റ്റുഡൻസിനോട് പറയാറുള്ള പോലെ, ആൻസർ റൈറ്റിംഗ് ഈസ് ദ കീ ടു ക്ലിയറിങ് ദിസ് എക്സാം. അപ്പോൾ പലരും ചിലരൊക്കെ തുടങ്ങിയിട്ടുണ്ട്, ചിലരൊക്കെ തന്നെ തുടങ്ങാനുള്ള മടി കൊണ്ട് തുടങ്ങാതിരിപ്പുണ്ട്, ചിലരതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഏത് കാറ്റഗറിയിലുള്ളവർക്കാണെങ്കിലും ആൻസർ റൈറ്റിംഗ് ആണ് ഏറ്റവും ക്രിട്ടിക്കൽ. അപ്പോൾ നമ്മൾ ഈ ന്യൂസൊക്കെ വായിക്കുന്നതും കേൾക്കുന്നതും ബേസിക്കലി ആൻസർ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം വായിക്കുന്നത്. അപ്പം ഇവഞ്ച്വലി അതിൻ്റെ അൾട്ടിമേറ്റ് ഗോളായിട്ടുള്ള ആൻസർ റൈറ്റിംഗ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നില്ലെങ്കിൽ ദെൻ ഓൾ ദീസ് തിങ്സ് ആർ നോട്ട് ഗോണ മേക്ക് ദ ഇമ്പാക്ട് ഇറ്റ് ഓട്ട് ടു ബി. അപ്പോൾ അത് നമ്മൾ എഴുതണം. സോ ഇപ്പം എനിക്ക് നിങ്ങളോടുള്ളൊരു റിക്വസ്റ്റ് ഈസ് ദാറ്റ് സ്റ്റാർട്ട് റൈറ്റിംഗ്. ഓക്കെ, സ്റ്റാർട്ട് റൈറ്റിംഗ് ഓൺ യുവർ ഓൺ. തൽക്കാലം നിങ്ങൾ ആൻസർ റൈറ്റ് ചെയ്യുക, ഡെയിലി ഓരോ ക്വസ്റ്റ്യനിലും ഒന്ന് എഴുതാൻ ശ്രമിക്കുക. ഹൗവർ ഗുഡ് ദാറ്റ് ഈസ്, ഹൗവർ പുവർ ദാറ്റ് ഈസ്, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചോ നിങ്ങൾ എടുക്കുന്ന സമയത്തെക്കുറിച്ചോ ഒന്നും ഇപ്പോൾ ബോദർ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് സ്റ്റാർട്ട് റൈറ്റിംഗ്. ഓക്കെ, ആൻഡ് ലൈക്ക് ആഫ്റ്റർ മെയിൻസ് ഷുവർലി വി വിൽ ബി ഹാവിങ് എൻ ആൻസർ റൈറ്റിംഗ് സീരീസ്. ഞാനിപ്പോൾ പ്ലാൻ ചെയ്യുന്ന ഒരു 1-2 മാസത്തേന് ഒരു ഡെയിലി ബേസിസിൽ ആൻസർ റൈറ്റ് ചെയ്യാന്നുള്ളതാണ്. ബട്ട് ലെറ്റ് മീ സീ ലൈക്ക് വാട്ട് വി ക്യാൻ ഡു ബിഫോർ മെയിൻസ്. ഓക്കെ, വിൽ സീ ദാറ്റ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പെഗസസ് ഇഷ്യൂ സീരിയസ് ആയിട്ട് അഗെയിൻ ന്യൂസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അണ്ടർസ്റ്റാൻഡ് വാട്ട് പെഗസസ് ഈസ്, ദാറ്റ് ഇഷ്യൂ മനസ്സിലാക്കണം. ആൻഡ് ഈ ഇഷ്യൂവിന് പല ഡയമെൻഷനിൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട്. അത് നമുക്ക് ഇൻസൈഡ് പേജിലേക്ക് വരുമ്പോഴത്തേനും നോക്കാം. തൽക്കാലം ഇവിടെ സേക്രഡ് പ്രൈവറ്റ് സ്പേസ് ഉണ്ട്. അതൊരു കീവേഡാണ്. നമുക്കത് പ്രൈവസിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസുകൾ വരുമ്പോൾ, ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനത്തെ കീവേഡ്സുകൾ എഴുതി വെക്കുക. ഡോണ്ട് യൂസ് ന്യൂ ലോസ് ടു ജസ്റ്റിഫൈ LIC മൂവ്സ്. LIC എന്താണെന്നുള്ളത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞാണ്. ബട്ട് ഇഫ് യു ആർ ന്യൂ ടു ഇറ്റ്, LIC എന്താണെന്ന് നോക്കുക. ദെൻ ന്യൂ ലാൻഡ് ബൗണ്ടറി ലോ, ആ ബൗണ്ടറി ലോയുടെ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അതൊന്ന് വായിക്കുക. ആൻഡ് ഹൗ ദാറ്റ്സ് ഗോണ ഇമ്പാക്ട് ഇന്ത്യ ചൈന ബൗണ്ടറി എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. സോ അത്രയും കാര്യങ്ങൾ വായിക്കുക. ബേസിക് അണ്ടർസ്റ്റാൻഡിങ് മതി, കൂടുതൽ ഡെപ്തിലേക്ക് അതിനകത്ത് പഠിക്കാൻ പോകേണ്ട കാര്യമില്ല. ദെൻ ആസ് വി മൂവ് ഓൺ, ഇന്നും എഡിറ്റോറിയൽ പേജ് നമുക്ക് കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു പേജാണ്. സം ഓഫ് ദി ആർട്ടിക്കിൾസ് ആർ not pretty much required for our purpose. Credible probe, again it's the Pegasus thing. So Pegasus il endana identify different dimensions, identify different UPSC dimensions from this thing. Okay, ഞാൻ 2-3 ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഏതൊക്കെ ഡയമെൻഷൻസിലാണ് ഈ പെഗസസ് ഇഷ്യൂ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യുക. ബിക്കോസ് ദെയർ ഓൾ ഒന്നെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അത് ഈ പെഗസസിൻ്റെ ലൈറ്റിൽ ഇൻസ്പയർഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ, പ്രൈവസിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഫ്രീ ആൻഡ് ഫെയർ ഡെമോക്രസിയെക്കുറിച്ചോ പ്രസ് ഫ്രീഡത്തെക്കുറിച്ചോ ഒക്കെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് UPSC ചോദിക്കാം. ഇൻസ്പയർഡ് ആയിരിക്കും, ഡയറക്റ്റ്ലി പെഗസസ് എന്താണെന്ന് പറഞ്ഞുള്ള ചോദ്യങ്ങളായിരിക്കത്തില്ല ഇൻസ്പയർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ അഗെയിൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, അത് വായിക്കുക. ഇതൊരു ഫുൾ സ്റ്റോറിയാണ്. സോ if you do not know about the Pegasus incident, you can read that. But if you have already gone through at some stage about the Pegasus incident, വായിക്കണമെന്നില്ല. ബട്ട് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു വുഡ് നോട്ട് ഹാവ് റെഡ് ദാറ്റ്, ബിക്കോസ് നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങുന്നതിന് മുമ്പ് സംഭവിച്ച ഒരു കാര്യമായിരുന്നു പെഗസസ് ഇൻസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഇഫ് ദാറ്റ്സ് ദ കേസ് ഈ ആർട്ടിക്കിൾ ഒന്ന് കംപ്ലീറ്റ് വായിക്കുക. പെട്ടെന്ന് വായിച്ചാൽ മതി, കഥ അറിയാൻ വേണ്ടി. ഓക്കെ, ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്റ്റോറി മനസ്സിലാക്കാൻ മാത്രം, അത് പഠിക്കേണ്ട കാര്യമില്ല, വായിക്കുക. വേൾഡ് മൈനസ് ആർട്സ്, so this is good. This is good for GS, for society,
ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് ഇൻടോളറൻസും ഓരോ ഫ്രീ സ്പീച്ചും തമ്മിലുള്ള ഒരു ടസിൽ, അല്ലെങ്കിൽ പ്രോഗ്രസീവ് ഐഡിയാസും എന്താണ്, അല്ലെങ്കിൽ റൈറ്റ് വിങ്ങും തമ്മിലുള്ളൊരു ഫൈറ്റാണ്. അപ്പം നമ്മുടെ പല പ്രോഗ്രസീവ് ആയിട്ടുള്ള ആർട്സും ടേക്ക് ഡൗൺ ചെയ്തായിരുന്നു. അപ്പം റിമെമ്പർ ദോസ് കൈൻഡ് ഓഫ് എക്സാമ്പിൾസ്. ഇതെല്ലാം എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നമുക്ക് സൊസൈറ്റിയിലും GS4 ഒക്കെ എഴുതാനുള്ള എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എക്സാമ്പിൾസ് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുക. ഡീറ്റെയിൽ ആയിട്ടല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഷാരൂഖ് ഖാൻസ് കാഡ്ബറി ആഡ്. അപ്പോൾ അത് ജസ്റ്റ് ഒരു 3-4 ഷാരൂഖ് ഖാൻസ് കാഡ്ബറി ആഡ് പ്രൊമോട്ടിങ് ലോക്കൽ സ്റ്റോഴ്സ്, അത്രയും മതി. അല്ലാതെ ആ ഫുൾ കഥ നമുക്ക് വേണ്ട. കെൻഡ് ആർഒസ് stereotypical portrayal of house servants facing backlash or maids facing backlash, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫ്യൂ വേർഡ്സ്, അതല്ലാതെ ഫുൾ കഥ എഴുതണമെന്നില്ല. റൈറ്റ്. Then we have a news on Sri Lankan politics. Just like we are not looking at political commentary in India, we are not going to look at the political commentary in Sri Lanka's relation. So maybe here we can look at it a little bit. China factor is there. Yeah, but then not much there. Okay, just leave that. Now we come to India-Russia ties. Okay, one of the most important in bilateral relations of India. So study about India-Russia relations. Make note. Very necessary, because certain countries, just കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ബൈലാറ്ററൽ റിലേഷൻസ് പഠിക്കേണ്ട കുറച്ച് കൺട്രീസ് ഉണ്ട്. സേ USA, India's നെയ്ബർഹുഡിലുള്ള എല്ലാ കൺട്രീസും, UK, France, alright, now with Japan, now Australia slightly, not that important, but Australia. So these countries you need to study in detail. And then you have Central Asia, some of the regions, obviously West Asia is there. So all these countries you need to study as far as India's bilateral relations are concerned. And one of the most important thing is India-Russia ties, because ഇത് കുറേ കാലമായിട്ടുള്ള നമുക്ക് ഡീപ്പായിട്ടുള്ള എൻഗേജ്മെൻറ്റ്സ് ഉള്ള ഒരു കൺട്രിയാണ്. അതിൻ്റെ അകത്ത് ഇന്ന് നമുക്ക് ഫോക്കസ് ചെയ്യുന്നത് എനർജി കോപ്പറേഷനിലാണ്. വാട്ട് ഓൾ തിങ്സ് ഇൻ എനർജി കോപ്പറേഷൻ. അപ്പോൾ നമുക്കിവിടെ ഇന്ത്യ റഷ്യ എനർജി കോപ്പറേഷൻ ഏതൊക്കെ മേഖലകളിലാണ് ഉള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഗ്ലിംസാണ് കിട്ടുന്നത്. സോ പ്ലീസ് ഐഡൻറ്റിഫൈ ദാറ്റ്. എല്ലാം ഒന്ന് ഓരോ പോയിൻ്റാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ വേർ ഈസ് ദാറ്റ് റിലയൻസ് തിങ്. ഓക്കെ, സി ഇത് ഫുൾ ഓർക്കണ്ട. പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ റിലയൻസ് ആൻഡ് സിബൂർ, അത്രയും മതി. ട്രാൻസ്ഫോർമേറ്റീവ് പാർട്ണർഷിപ്പ് ബിറ്റ്വീൻ റിലയൻസ് ആൻഡ് സിബൂർ ഓൺ വാട്ട് വാസ് റിഫൈനറി സെക്ടർ, അത്രയും മതി. അല്ലാതെ ഫുൾ ആലോചിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഓൺ റബ്ബർ പ്രൊട്ടക്ഷൻ, അത്രയും മതി. അപ്പോൾ അങ്ങനെ ഏതൊക്കെ ഫീൽഡിലാണ് കോപ്പറേഷൻ ഉള്ളതെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഇനി എനർജി കോപ്പറേഷൻ ഈസ് വൺ ഡയമെൻഷൻ. വി ഹാവ് മിലിറ്ററി, കൾച്ചറൽ, ട്രേഡ്, അങ്ങനെ പല ഡയമെൻഷൻസ് ഓഫ് കോപ്പറേഷൻ ഈസ് ദർ. സോ ലുക്ക് ഇൻ ടു ഓൾ ദോസ്. ഇന്ന് നോക്കണമെന്നില്ല. ഇന്ന് ജസ്റ്റ് യു സ്റ്റാർട്ട് വിത്ത് ഇൻഡോ റഷ്യ ടൈസിനെ കുറിച്ചുള്ള ഒരു നോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് ആസ് വി മൂവ് അലോങ് നമുക്ക് ഓരോ വാർത്തകൾ വരുന്നതനുസരിച്ച് നമുക്ക് നോട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകാം. നോ, this is a very good article, away from clientelism, but the article entirely is not required. It's focused on TN, so we will keep away from that, but we will see what all things we can take up for national importance. നോക്കൂ, ക്ലൈൻറ്റലിസം എന്താണെന്നുള്ളതാണ്. അപ്പം ഇത് ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് വെൽഫെയർ ഇനിഷ്യേറ്റീവ്സും ക്ലൈൻറ്റലിസവും തമ്മിലുള്ള, അല്ലെങ്കിൽ ഫ്രീബീസും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഇസ് വെരി നെസസറി. ഇവിടെ നിയോ ലിബറലിസം പറയുന്നുണ്ട്, അത് തുടങ്ങുക. ദെൻ this is very necessary. I mean, ഈ ഒരു ഡിസ്റ്റിങ്ഷൻ ഈസ് ഗോണ ഹെൽപ്പ് യു ടു ഫ്രെയിം ഗുഡ് ആൻസേഴ്സ്. അപ്പോൾ ഡിസ്റ്റിങ്ഷൻ നോട്ട് ജസ്റ്റ് വായിക്കുകയല്ല, നോട്ടാക്കുക, പഠിക്കുക. ഓക്കെ, ആൻഡ് ദെൻ ദിസ് ഡൈക്കറ്റോമി അതിൻ്റെ എന്താണ് അതിൻ്റെ ഒരു മീനിങ്. വെൽഫെയർ ഈസ് ലൈക്ക് എ ഡെമോക്രാറ്റിക് ഇമ്പരറ്റീവ് ഓഫ് ദ സ്റ്റേറ്റ്, ബട്ട് ഫ്രീബി ഈസ് നോട്ട് ദാറ്റ് മച്ച് ഡെമോക്രാറ്റിക്. ഓക്കെ, ഇറ്റ്സ് ട്രീറ്റിംഗ് യുവർ സിറ്റിസൺസ് ആസ് സബ്ജക്ട്സ്. അതാണ് പറയണേ. ദിസ് ഇസ് എ വെരി ഗുഡ് ആർട്ടിക്കിൾ, റീഡ് ദാറ്റ്. നോ then again, healthcare. So healthcare you should be having a note. Okay, so several aspects: status in India, issues or shortcomings in the sector, way forward, measures taken, impact of shortcomings, that is deprivation basically. Then you have healthcare. Health could be linked to what? Social development, society,
പോവർട്ടി, ഹൈജീൻ, ഗവർണൻസ്, അങ്ങനെ ലോട്ട് ഓഫ് തിങ്സ് യു ക്യാൻ ലിങ്ക് ദിസ് തിങ്സ്. സോ ഒന്ന് ഹെൽത്ത് കെയറിൻ്റെ ബേസിക് നോട്ട് ഉണ്ടാക്കണം, രണ്ട് ലിങ്ക് ദാറ്റ് നോട്ട് വിത്ത് അതർ സെക്ടേഴ്സ്, ദാറ്റ് ഇസ് വെരി ക്രിട്ടിക്കൽ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ദിസ് ഈസ് ഗിവൺ ഇൻ ദ ലൈറ്റ് ഓഫ് ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ മിഷൻ. ഓക്കെ, അപ്പോൾ ആ മിഷൻ എന്താണെന്നും പഠിക്കുക. അതിൻ്റെ വേരിയസ് ഡയമെൻഷൻസ് ഏതൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ദാറ്റ് ഓൾസോ നീഡ് ടു ബി സ്റ്റഡീഡ്. കീവേഡ്സ് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഓൾസോ ലുക്ക് ഇൻ ടു വാട്ട് ഫിനാൻസ് കമ്മീഷൻ ഈസ്, റൈറ്റ്. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആ ആർട്ടിക്കിൾ. സോ അഗെയിൻ വെരി ഗുഡ് 2 ആർട്ടിക്കിൾസ്. ക്ലൈൻ്റലിസം ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. നമുക്ക് അടുത്ത ദിവസം ഒരു ഇഫ് അറ്റ് ഓൾ എ ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, എനി വെരി വെൽഫെയർ ഈസ് ഫ്രീ ബൈ ഈസ് എ ബിഗ് ഡിബേറ്റ് ആസ് ഫാർ as India is concerned. Okay, this is just I highlighted എന്താണ് to bring that issue, digital education the issues. അപ്പോൾ think about, brainstorm what all could be the issues associated with online education in COVID times. See, all round development വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പോയിന്റ്. ആൻഡ് മേക്കിംഗ് എ മെഷീൻ. ഓക്കെ, അപ്പോൾ അതെന്തൊക്കെ ഇഷ്യൂസ് ആണ് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളതെന്ന് നോക്കുക. റൈറ്റ്, ദിസ് ഇസ് ജസ്റ്റ് ടു ഇൻഡ്യൂസ് യുവർ ബ്രെയിൻ സ്റ്റോമിംഗ് പ്രോസസ്. നിങ്ങളിങ്ങനെ ഒരു പേപ്പറും പേനയും എടുക്കുക, എന്നിട്ട് ഇരിക്കുക, എന്നിട്ട് ആലോചിക്കുക വാട്ട് ഓൾ കുഡ് ബി. അപ്പോൾ റാൻഡംലി suppose you are going to write an essay on this topic and randomly note down couple of things, and then okay, well, I could give you a essay work. Okay, I'll frame this as a question. I'll try to frame this as a question and post in the group. So make sure you brainstorm it. Brainstorm ചെയ്യുന്നത് എന്താണ്, നമ്മൾ റാൻഡം ആയിട്ട് നമുക്ക് തോട്ട്സ് എഴുതുക, എന്നിട്ട് അത് ഓർഗനൈസ് ചെയ്തിട്ട് ഒരു എസ്സേക്കുള്ള സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുക. എസ്സേ എന്ന് എഴുതണമെന്നില്ല, സ്ട്രക്ചർ ഉണ്ടാക്കി വെക്കുക. സോ maybe I'll put a question from that regard by evening. Let's look at that. Okay, now we have UN clause rights. What is UN clause? Adu manasilaക്കുക. Then we'll take it up later. So if you are attending classes, obviously you will get to know about that in classes. But if you are not, we have to basically see what UN clause is. UN clause is very important. But for today, let's see, we'll get a more important article next day or something. അപ്പോൾ നമുക്ക് നോക്കാം. Now we are coming to the Pegasus in detail. So look into all these articles slightly. I've identified certain important dimensions which are at play with respect to Pegasus. ഒന്ന് നോക്കൂ, ഇൻഡിവിജ്വൽസ് പ്രൈവസി, ദാറ്റ് ഈസ് അണ്ടർ ത്രെറ്റ്. അപ്പോൾ അത് നമുക്ക് ഓൾറെഡി സേക്രഡ് പ്രൈവറ്റ് സ്പേസ് എന്ന് കോട്ട് പറഞ്ഞത് ഓർമ്മയുണ്ട്. രണ്ട്, പ്രസ് ഫ്രീഡം. ദിസ് ഹാസ് ബീൻ പ്രൈമർലി ട്രാക്കിംഗ് അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്തിരുന്നത് സീനിയർ ആയിട്ടുള്ള ജേർണലിസ്റ്റുകളെയും പൊളിറ്റീഷ്യൻസിനെയും ഒക്കെയാണ്. അപ്പോൾ അത് പ്രസ് ഫ്രീഡത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. അതുപോലെ ഹെൽത്തി ഡെമോക്രസി, ബിക്കോസ് പൊളിറ്റീഷ്യൻസ് ആർ ബീങ് ട്രാക്ഡ്. സോ ഹൗ ക്യാൻ ദേ വർക്ക് ഫ്രീലി. മിസ്യൂസ് ഓഫ് ദി ഐഡിയ ഓഫ് നാഷണൽ സെക്യൂരിറ്റിയുടെ പേരിലാണ് എല്ലാം ചെയ്യുന്നത്. സോ ഇറ്റ്സ് എ മിസ്യൂസ്. സോ ഇങ്ങനെ പല ഡയമെൻഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട ഡയമെൻഷൻസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് അഗെയിൻ ബ്രെയിൻ സ്റ്റോം ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യുക. ആർട്ടിക്കിൾ വായിക്കുമ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഏതൊക്കെ രീതിയിലാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് ഗോണ ഹെൽപ്പ് യു വെരി മച്ച് ഇൻ റൈറ്റിംഗ് ആൻ ആൻസർ, റൈറ്റ്. സോ അത്രയും കാര്യങ്ങൾ. പെഗസസിനെ കുറിച്ച് ശ്രദ്ധിക്കുക. സ്റ്റോറി അല്ല പ്രധാനം, ഇൻസിഡൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, അനദർ ഇനിഷ്യേറ്റീവ്, നോക്ക് എവറി ഡോർ. This can again be used in as an example in several areas. So social justice, society, economic development. ഇവിടെയൊക്കെ നമുക്ക് ഒരു എന്താണ് പ്രോആക്റ്റീവ് ഗുഡ് ഗവർണൻസ് സ്റ്റെപ്പായിട്ട് നോക്ക് എവറി ഡോറിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. സോ പ്ലീസ് റീഡ് ദാറ്റ് ആൻഡ് അതൊന്ന് ഇൻറ്റേർണലൈസ് ചെയ്യാം. ഇതൊക്കെ ബേസിക്കലി പ്രിലിംസ് പെർസ്പെക്റ്റീവാണ്. ടൈം ഫോർ ഇന്ത്യ ഡ്രൈവ്, ആരാണ്, ഏത് രാജ്യമാണ്, എന്തിനാണ്. സോ സ്യൂഡൻ ആൻഡ് ഫോർ ട്രേഡ്, അത് മനസ്സിലാക്കുക. AY42 എന്താണ്, ഇറ്റ്സ് എ വേരിയൻറ്റ്. അപ്പോൾ അതും പ്രിലിംസിന് വേണ്ടി തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് നോക്കി വെക്കുക. ജസ്റ്റ് വായിച്ച് പോയാൽ മതി, പിന്നീട് നമുക്ക് റിവൈസ് ചെയ്യുമ്പോൾ നമുക്കത് ഇൻറ്റേർണലൈസ് ചെയ്യാം. ഹൈപ്പർസോണിക് ടെസ്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കിയത് മിസൈലാണ്. സോ യൂസ് ഈസ് സേയിങ് ഇറ്റ് മേ ബി സ്റ്റാർട്ടിങ് എ ന്യൂ ആംസ് റേസ്. ഓക്കെ, അപ്പോൾ അത് ഹൈപ്പർസോണിക് ടെസ്റ്റ് അഗെയിൻ പ്രിലിംസ്, ആരാണ്, ഹൂ ആൻഡ് വാട്ട്, ഇത്രയും കാര്യങ്ങൾ നോക്കുക. ആൻഡ് ദെൻ ജൂലിയൻ അസാഞ്ച്. നിങ്ങൾ പലരും ഇപ്പോൾ ജൂലിയൻ അസാഞ്ചിനെ എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയത്തില്ല. ജൂലിയൻ അസാഞ്ച് വാസ് എ വിസിൽ ബ്ലോവർ. എന്താണ് സെക്യൂരിറ്റി അരീനയിൽ ഇൻ്റർനാഷണലി നടന്ന കുറേ കാര്യങ്ങളെക്കുറിച്ച് വിസിൽ ബ്ലോ ചെയ്ത ആളാണ്. സോ ഹീ കുഡ് ബി യൂസ്ഡ് ആസ് എൻ എത്തിക്കൽ എക്സാമ്പിൾ. കറേജ് ഓഫ് കൺവിക്ഷൻ, ഇൻറ്റഗ്രിറ്റി,
അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ ബീങ് സെൽഫ്ലെസ് അബൌട്ട് സെൽഫ്ലെസ് ആയിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ്, ലോകത്തിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു. ആ രീതിയിൽ എത്തിക്സ് എക്സാമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആളാണ് അസാഞ്ച്. സോ ഓൾസോ ഡിലേമ ഈസ് ദെയർ, വെദർ ടു ഗോ അഗെയിൻസ്റ്റ് ദി റെസ്പോൺസിബിലിറ്റീസ് ത്രസ്റ്റപ്പുണി, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ എത്തിക്സ് പഠിക്കുമ്പോൾ ജൂലിയൻ അസാഞ്ചിനെ ഓർക്കുക. സോ ഇഫ് യു ആർ നോട്ട് ഫെമിലിയർ വിത്ത് ജൂലിയൻ അസാഞ്ച്, റീഡ് അബൌട്ട് അസാഞ്ച് ഇൻ എ ഷോർട്ട് ബ്രീഫായിട്ടൊന്ന് വായിക്കുക. സോ ഇറ്റ്സ് എ ഗുഡ് കേസ് എക്സാമ്പിൾ ഫോർ ethics, right? Then that coal fired issue, so if you haven't tracked the coal issue, please do that. What was the issue? Please track that. നിങ്ങൾക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ ബാക്കി ഒരു 5 ദിവസം മുമ്പത്തെ വീഡിയോയിൽ ഇതിനെക്കുറിച്ചുള്ള ട്രാക്കിംഗ് കാണാൻ പറ്റും. ബട്ട് എനി ഹൗ യു ക്യാൻ ഡു ഇറ്റ് ഓൺ യുവർ ഓൺ, റൈറ്റ്? അപ്പോൾ അതൊന്ന് നോക്കി വെക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്ന് ഇത്രയും കാര്യങ്ങളാണുള്ളത്. നോട്ട് ദാറ്റ് ലൈറ്റ്, കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള പത്രമാണ്. സോ പ്ലീസ് ഡു ദാറ്റ്. ആൻഡ് ഈ ഡിജിറ്റൽ ഡിവൈഡിനെ കുറിച്ച് യു ക്യാൻ ജസ്റ്റ് റൈറ്റ് എ ബ്രെയിൻ സ്റ്റോം, ഒരു എസ്സേഡ് സ്ട്രക്ചർ ഉണ്ടാക്കാം. ഐ വിൽ ഗീവ് ദാറ്റ് വർക്ക് ടുഡേ. ഓൾറൈറ്റ്, അത്രയും കാര്യങ്ങളാണുള്ളത്. ഹാവ് എ ഗുഡ് ഡേ.